അതുപോലെ അംഗൻവാടി സ്ഥലം ഉൾപ്പെടെ അത് ഞാനിപ്പോൾ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് അതെൻ്റെ കടമയായിട്ടാണ് കാണുന്നത്. ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം പഞ്ചായത്തിന് എഴുതി കൊടുത്തിട്ടാണ് അവിടെ സ്ഥലമില്ലാത്ത സമയത്ത്, കാരണം പൊതുസ്ഥലം കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ ആ സ്ഥലത്ത് അംഗൻവാടി നിർമ്മിച്ചത്. ഇവിടെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം, അതായത് കുടിവെള്ളം, ഒരു ഒരു നിയോജകമണ്ഡലത്തിൽ അല്ലെങ്കിൽ ഏത് കാലത്തും ഏത് ലോകത്തും കുടിവെള്ളം കിട്ടാനില്ലാതെ വരിക എന്ന് പറയുന്നത് വളരെ ഭീകരമായ സാഹചര്യമാണ്. ചെങ്ങന്നൂരിൽ വികസനം പൂത്തുലഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോൾ ഇവിടെ പാണ്ഡവംപാറ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നഗര ഹൃദയത്തിൽ കുടിവെള്ളം ഇല്ല, ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ, ഈ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് വയോവന്ദന പദ്ധതി പോലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഏത് ആശുപത്രിയിലും 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായ ചികിത്സ വരുമാനം നോക്കാതെ കൊടുക്കുന്ന വലിയൊരു പദ്ധതിയാണ്, ഒരു സ്വപ്ന പദ്ധതിയാണ്, എല്ലാവർക്കും ഗുണം കിട്ടുന്നതാണ്. അത് അട്ടിമറിക്കപ്പെടുകയാണ്. ഇതുപോലെയുള്ള പദ്ധതികൾ ഈ കേരളത്തിൽ നടപ്പിലാകണം. ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടണം. ഇപ്പോൾ റേഷൻ കടയിൽ ചെന്നാൽ സൗജന്യ അരി കൊടുക്കുന്നത് മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്, അതിൻ്റെ ബില്ല് പരിശോധിക്കുന്നവർക്കറിയാം. കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മികച്ച നേതാവാണ് ചെങ്ങന്നൂരിലെ NDA സ്ഥാനാർത്ഥി MV ഗോപകുമാർ. വർത്തമാനകാല രാഷ്ട്രീയ രംഗത്ത് തൻ്റേതായ കാഴ്ചപ്പാടുകളും ഭാവി കേരളത്തെക്കുറിച്ചുമുള്ള തൻ്റേതായ നിലപാടുകൾ നമ്മളോട് പങ്കുവെക്കുകയാണ് അദ്ദേഹം വേൾഡ് വൺ ചാനലിലൂടെ. നമസ്കാരം സാർ. ABVPയിൽ തുടങ്ങി BJPയുടെ സംസ്ഥാന സെക്രട്ടറി പദം വരെ എത്തി നിൽക്കുന്ന താങ്കളുടെ ദീർഘകാലത്തെ സംഘടനാ അനുഭവങ്ങൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം മുതൽക്കൂട്ടാകും? ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയമില്ല, എൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനം, പൊതുപ്രവർത്തനത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എനിക്കത് ഗുണം ചെയ്തിട്ടുണ്ട്. 1987 മുതൽ 92 വരെ ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലാണ് ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 92 അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ MG യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതെൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം BJPയുടെ ബൂത്ത് കമ്മിറ്റി പ്രസിഡൻ്റായി ചുമതലയേറ്റു. ഇന്നിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വരെ ചുമതലയേൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംഘടനാ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ, പൊതുസമൂഹം നേരിടുന്ന വെല്ലുവിളികൾ, അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ, അവരെ സഹായിക്കാൻ കഴിഞ്ഞ പല സാഹചര്യങ്ങൾ, സമൂഹത്തിൽ അവരെ ആവശ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞ അനുഭവം, അത് രാഷ്ട്രീയം മാത്രമല്ല, പൊതുരംഗത്ത് മറ്റ് തരത്തിലുള്ള സാമൂഹിക, സാംസ്കാരിക, സാമുദായിക പ്രവർത്തനങ്ങളിലൊക്കെ അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു അനുഭവം ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഗുണം ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ബൂത്ത് പ്രസിഡന്റ് മുതൽ ജില്ലാ പ്രസിഡന്റ് വരെയായി പ്രവർത്തിച്ച് താങ്കളുടെ ഈ ചെങ്ങന്നൂരിലെ ഈ ഒരു വരുന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് താങ്കൾ ചെങ്ങന്നൂരിനെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് സജ്ജമാക്കിയിരിക്കുന്നത്? ഞാൻ എൻ്റെ നാട്ടിലെ ഇന്നത്തെ ബൂത്ത് 30-ാം നമ്പർ ബൂത്തിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് ആദ്യം, അന്ന് 30 നമ്പർ, ഇന്നിപ്പോൾ അതിൻ്റെ 30 നമ്പർ, ആ ബൂത്തിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് BJPയുടെ ചുമതലയിൽ വരുന്നത്. BJPയുടെ അടിസ്ഥാന പ്രവർത്തകൻ എന്നതിലേക്ക് അവിടെ മുതൽ ഇങ്ങോട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇപ്പം മണ്ഡലം സെക്രട്ടറി, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ചെങ്ങന്നൂരിലാണ് ഇതിലെ ഏറ്റവും കൂടുതൽ സമയം ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലാ ഭാരവാഹി എന്ന നിലയ്ക്ക് ആലപ്പുഴ ജില്ലയിലുമാണ് പ്രവർത്തിച്ചത്. അപ്പോൾ ഈ ചെങ്ങന്നൂരിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലും നേരത്തെ ഉള്ള ചെങ്ങന്നൂർ നിയോജകമണ്ഡലം, അതിന് പിന്നീട് ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാ പ്രദേശത്തും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹപ്രവർത്തകന്മാർ, എനിക്ക് ബന്ധമില്ലാത്ത ആരും ഈ മണ്ഡലങ്ങളിൽ ഇല്ല. അതുപോലെ ഞാൻ നിരന്തരമായി യാത്ര ചെയ്ത് സംഘടനയെ കരുപ്പിടിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ അന്ന് നമുക്കുള്ള അനുഭവങ്ങൾ, താഴെത്തട്ടിൽ ബൂത്ത് തലത്തിലുള്ള യോഗങ്ങൾ, അതുപോലെ പഞ്ചായത്ത് യോഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങൾ. കാരണം ഒരു ബൂത്ത് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ആ ബൂത്ത് കമ്മിറ്റി നല്ലതായി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടാതെ ഒരു പൊതുപ്രവർത്തനം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എനിക്ക് ഏതാണ്ട് 34,620 വോട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിട്ടി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടതിൻ്റെ ഒരു ഫലം ആ സമൂഹം
ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതൊക്കെ ഗുണപ്പെടുന്നത് അപ്പോഴാണ്. തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണപ്പെടും. അത് ആ അനുഭവമാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ മുതൽക്കൂട്ട്. പാണ്ടനാട് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലുള്ള താങ്കളുടെ ഭരണപരിചയം ഒരു നിയമസഭാ അംഗമാകുമ്പോൾ എങ്ങനെ മണ്ഡലത്തിൻ്റെ വികസനത്തിനായിട്ട് ഉപകരിക്കും? ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറാകുന്നത് 2000-ലാണ്. അതിനുശേഷം 2010 വീണ്ടും ഈ വാർഡിൽ നിന്ന് തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി. അന്ന് BJPയിലെ ആദ്യമായി പാണ്ടനാട്ടിലെ ആദ്യത്തെ BJPയുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ട് താമര അടയാളത്തിൽ വിജയിച്ച് ഞാനാണ്. അന്ന് ഈ വാർഡിൽ ഞാൻ ജീവിക്കുന്ന വാർഡിൽ ഒരു പൊതുസ്ഥാപനം പോലും ഈ വാർഡിലില്ലായിരുന്നു. ഞാൻ മെമ്പറാകുന്ന സമയത്ത് ഒരു MLAയോ MPയോ ഒന്നും 1 രൂപ തന്ന് സഹായിച്ചിട്ടില്ല. കാരണം BJP എന്ന നിലയ്ക്ക് ഒരു ആനുകൂല്യവും ഒരു MLA ഫണ്ടോ MP ഫണ്ടോ ഒന്നും ഒരു റോഡിൻ്റെ വികസനത്തിന് പോലും നമുക്ക് തന്നിട്ടില്ല. ഒരു അംഗൻവാടി നിർമ്മിക്കാൻ തന്നിട്ടില്ല. പക്ഷേ ഞാൻ ആ 5 വർഷക്കാലം കൊണ്ടും അതിനിടയ്ക്കുള്ള ഗ്യാപ്പിലും ഇവിടെ ഞങ്ങളുടെ പാർട്ടി തന്നെയാണ് ജയിച്ചത്. അപ്പോൾ ആ സമയത്ത് നിരന്തരമായ പ്രവർത്തനത്തിലൂടെ ഒരു പട്ടികജാതി കമ്മ്യൂണിറ്റി ഹാൾ, അതിൻ്റെ പേര് മഹാത്മാ അയ്യങ്കാളി കമ്മ്യൂണിറ്റി ഹാളെന്നാണ്. അത് ഞാൻ അതിൻ്റെ പണി പൂർത്തിയാക്കി ആ പേര് നിർദ്ദേശിച്ചതൊക്കെ ഞങ്ങളുടെ ഭരണകാലത്ത് തന്നെയാണ്. വേറെ ആർക്കും അതിലൊരു പങ്കുമില്ല. അതുപോലെ ഒരു സാംസ്കാരിക കേന്ദ്രം ഇന്നിപ്പോൾ അത് മൃഗാശുപത്രിയുടെ ഒരു സബ് സെൻ്ററായിട്ട് പ്രവർത്തിക്കുകയാണ്. അതുപോലെ അംഗൻവാടി സ്ഥലം ഉൾപ്പെടെ അത് ഞാനിപ്പോൾ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് അതെൻ്റെ കടമയായിട്ടാണ് കാണുന്നത്. ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം പഞ്ചായത്തിന് എഴുതി കൊടുത്തിട്ടാണ് അവിടെ സ്ഥലമില്ലാത്ത സമയത്ത്, കാരണം പൊതുസ്ഥലം കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ ആ സ്ഥലത്ത് അംഗൻവാടി നിർമ്മിച്ചത്. അപ്പോൾ അവിടെയൊക്കെ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ചെറിയ വിഹിതം മാത്രമുള്ള സഹായമല്ലാതെ ഒരു MLAയോ MPയോ ഒന്നും ഒരു തരത്തിലും നമ്മളെ സഹായിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് അതൊരു ചെറിയ കാര്യമാണ് ഒരു വാർഡിൽ പ്രവർത്തിക്കുമ്പോൾ. അപ്പോൾ MLA എന്നുള്ളത് വളരെ കുറച്ചുകൂടെ വലിയ ചുമതലയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിന് വേണ്ടി എനിക്കൊരു അവസരം കിട്ടിയാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നുള്ള എൻ്റെ ഒരു ദൃഢനിശ്ചയമാണ്. ആ നിശ്ചയം കൊണ്ട് എനിക്ക് ഏത് ചുമതല കിട്ടിയാലും പ്രവർത്തിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അത്രയും പരിമിതി ഒരു വാർഡിൽ പ്രവർത്തിക്കുമ്പോൾ ആളിനുണ്ടാകുന്ന പരിമിതിയൊന്നും MLAമാർക്കും MPമാർക്കും ഒന്നുമില്ല. അവർക്ക് കുറച്ചും കൂടി വിശാലമായ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളും മറ്റും ഒക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു നാടിനെ വികസിപ്പിക്കാൻ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വാർഡിലുണ്ടായിട്ടുള്ള നമ്മുടെ നേട്ടങ്ങൾ. അതുപോലെ നിരവധി റോഡുകൾ പുതിയതായിട്ട് നിർമ്മിക്കാനും തൊഴിലുറപ്പ് പദ്ധതിയെ ഫലപ്രദമായിട്ട് നാട്ടിൽ ഉപയോഗിക്കാൻ. കാരണം തൊഴിലുറപ്പ് പദ്ധതിയെ പലപ്പോഴും കാട് വെട്ടാനും പുല്ല് വെട്ടാനും ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ തൊഴിലുറപ്പ് പദ്ധതി കൂടെ പുതിയ റോഡുകൾ നിർമ്മിക്കാൻ പറ്റുന്ന സംവിധാനത്തെപ്പറ്റി ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുകയും ഈ പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ട് റോഡ് തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തി ചെയ്തത് ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിച്ചാൽ നമുക്ക് സർക്കാരിൻ്റെ പണം ജനങ്ങൾക്ക് ഗുണമാകുന്ന തരത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. ചെങ്ങന്നൂരിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ, അതായത് പള്ളിയോടം, അതുപോലെ തന്നെ ചതയം ജലോത്സവം, അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങളിൽ ദശാബ്ദങ്ങളായിട്ട് താങ്കൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിന് അതീതമായ കാര്യങ്ങൾ നമ്മളുടെ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് കരുതുന്നുണ്ടോ ഈ തിരഞ്ഞെടുപ്പിൽ? തീർച്ചയായിട്ടും അതാണല്ലോ ഒരു പൊതുപ്രവർത്തനെ സംബന്ധിച്ച് രാഷ്ട്രീയം മാത്രമല്ല, സാമൂഹികമായിട്ടുള്ള മറ്റു സമൂഹത്തിലുള്ള എല്ലാവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് പുതിയ ആളുകളിൽ നിന്നും സഹായം ലഭിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പള്ളിയോട സേവാ സംഘം, അതുപോലെ തന്നെ ചെങ്ങന്നൂർ ചതയം ജലോത്സവ സാംസ്കാരിക സമിതി, ചെങ്ങന്നൂർ ഫെസ്റ്റ്, മറ്റ് നിരവധി സാംസ്കാരിക സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ കഴിഞ്ഞ 25 വർഷത്തോളമായി ചെങ്ങന്നൂർ ചതയം ജലോത്സവ സാംസ്കാരിക സമിതിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുകയാണ്. എല്ലാവരെയും ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് എല്ലാവരുടെയും പിന്തുണയോടുകൂടിയും സഹകരണത്തോടും കൂടിയാണ് ഞങ്ങൾ ഈ ജലമേള സംഘടിപ്പിച്ചു പോകുന്നത്. അതുപോലെ തിരുവാറന്മുള പള്ളിയോട സേവാ സംഘത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പള്ളിയോട പ്രതിനിധിയായിട്ട്, എൻ്റെ പള്ളിയോടത്തെ പ്രതിനിധിയായിട്ടും നിരവധി തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്ന ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിൽ വ്യാപകമായിട്ട് 17-ൽ പരം പള്ളിയോടങ്ങൾ ഈ മേഖലയിൽ തന്നെ നമ്മുടെ ഈ ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ട്. ആ പള്ളിയോട കരകൾ അത് നാനാജാതി മതസ്ഥർ ഉൾപ്പെടുന്ന വലിയൊരു സംവിധാനമാണ്.
അവരൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹോദരന്മാരെ പോലെയാണ്. ഞാൻ അത്രയും ആത്മാർത്ഥമായി ബന്ധപ്പെടുന്ന ഒരു മേഖലയാണ്. അവരൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ അവരൊക്കെ എനിക്ക് പിന്തുണ നൽകുക എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല. അവരെ സംബന്ധിച്ച് അത്രയും സ്നേഹം, അതിനകത്ത് രാഷ്ട്രീയമൊന്നും നോക്കി അവർ മാറി നിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അവരൊക്കെ അതിനപ്പുറത്ത് ഒരു 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 സ്ഥാനം എനിക്ക് കൽപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ചെങ്ങന്നൂർ ഫെസ്റ്റ് ബഹുമാന്യനായിട്ടുള്ള PM തോമസ് സാറ്, അദ്ദേഹം CPIയുടെ നേതാവാണ്. അപ്പോൾ അദ്ദേഹം ചെയർമാനായിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഭാഗമാണ് ഞങ്ങളെല്ലാം. അപ്പോൾ അത് നിരവധി വ്യക്തിബന്ധങ്ങൾ അതിലൂടെ ഉണ്ട്. അവരൊക്കെ നമ്മളെ സഹായിക്കും. അങ്ങനെ ആ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുമായിട്ട് സഹകരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ചെങ്ങന്നൂരിലെ മറ്റ് സാംസ്കാരിക പ്രസ്ഥാനങ്ങളൊക്കെ നമ്മളിപ്പോൾ ഭാരവാഹി ആയില്ലെങ്കിൽ പോലും അവരുമായിട്ടൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സമീപനമാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെനിക്ക് അർഹിക്കുന്ന ബഹുമാനവും സ്നേഹവും തന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായ കൃത്യമായ കാഴ്ചപ്പാടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ അങ്ങനെ നിൽക്കും. പക്ഷേ അതല്ലാത്ത ഒരുപാട് ആളുകളുമായി സഹകരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാവും. ചെങ്ങന്നൂരിൻ്റെ വികസന മുരടിപ്പായിട്ട് താങ്കൾ ഉയർത്തിക്കാട്ടുന്ന പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ്? NDAക്ക് ഇതിന് എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കാനുള്ളത്? ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉദ്ഘാടന മാമാങ്കങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്നൊരു മണ്ഡലമാണ്. അപ്പം നമ്മൾ വിചാരിക്കും വലിയ വികസനങ്ങൾ നടന്നു എന്ന് കരുതാൻ, അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വലിയ ശ്രമം നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. യഥാർത്ഥത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഒന്നും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടന്നു. ഇപ്പോൾ ചെങ്ങന്നൂർ ഗവൺമെൻറ് ആശുപത്രി, അവിടെ ഇപ്പോൾ ഒരാളെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. നമ്മുടെ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത്, 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തത്. അവിടെ ഇപ്പോൾ നിങ്ങൾ പോയി നോക്കിയാലും കമ്പിയും തൂണും അല്ലാതെ ഒരു ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു സാഹചര്യം അവിടെയില്ല. അങ്ങനെയാണ് ചെങ്ങന്നൂരിലെ ഉദ്ഘാടനങ്ങൾ മുഴുവൻ. ഇവിടെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം, അതായത് കുടിവെള്ളം, ഒരു നിയോജകമണ്ഡലത്തിൽ അല്ലെങ്കിൽ ഏത് കാലത്തും ഏത് ലോകത്തും കുടിവെള്ളം കിട്ടാനില്ലാതെ വരിക എന്ന് പറയുന്നത് വളരെ ഭീകരമായ സാഹചര്യമാണ്. ചെങ്ങന്നൂരിൽ വികസനം പൂത്തുലഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോൾ ഇവിടെ പാണ്ഡവംപാറ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നഗര ഹൃദയത്തിൽ കുടിവെള്ളം ഇല്ല, ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല. ഇതെങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ജൽജീവൻ മിഷനിലൂടെ മുഴുവൻ രാജ്യത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി വലിയ പദ്ധതി ആസൂത്രണം ചെയ്ത് ഫ്രീ ആയി കണക്ഷൻ കൊടുക്കാൻ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ചെങ്ങന്നൂരിൽ കുടിവെള്ളം കിട്ടാത്തത്. വാട്ടർ ടാങ്ക് പണിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അവിടെ കുടിവെള്ളം എത്തുന്നില്ല എന്ന് പരിശോധിക്കാനോ അത് പരിഹരിക്കാനോ ഒന്നും ഇവരെ കൊണ്ട് കഴിയുന്നില്ല. കാരണം പഞ്ചായത്തുകളിൽ പല പദ്ധതികളും ജലജീവൻ മിഷൻ്റെ പൈപ്പുകളെല്ലാം ഇട്ട് കഴിഞ്ഞു. പക്ഷെ അവർക്ക് കുടിവെള്ളം കൊടുക്കാൻ ടാങ്കുകളും ആവശ്യമായ ടാങ്കുകളും ഒക്കെ പണിയാൻ ഇവിടെ അതിന് തയ്യാറാകുന്നില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്ന നിലയ്ക്ക് നരേന്ദ്രമോദി നൽകുന്ന ഒരു വികസനം കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിയാൽ അവർ നരേന്ദ്രമോദിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമോ എന്ന ഭയമാണ് അവരെ നയിക്കുന്നത്. ഇതല്ലല്ലോ വികസനം. അപ്പോൾ ബൈപ്പാസ്, ചെങ്ങന്നൂർ ഒരു ബൈപ്പാസ് വേണം എന്നുള്ള ആഗ്രഹം എത്രയോ കാലമായി ജനങ്ങൾ ഉന്നയിക്കുന്നു. ഇന്നും 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം എന്ന് പറയുന്നതല്ലാതെ ഒരു ഘട്ടവും PC വിശ്വനാഥ് MLA ആയിരുന്ന സമയത്തും 1ാം ഘട്ടം എന്ന് പറഞ്ഞ് ഒരു റോഡ് ടാർ ചെയ്തു. ആ റോഡ് തന്നെ വീണ്ടും ഇതിൻ്റെ 1ാം ഘട്ടം എന്ന് പറഞ്ഞ് പണി നടക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷെ അവിടെയും ഒന്നും നടന്നിട്ടില്ല. ആ റോഡ് സാധാരണ ഒരു വളഞ്ഞ് നേരത്തെ നിലവിലുള്ള ഒരു റോഡാണ്. ഒരു ബൈപ്പാസ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? എത്രയും പെട്ടെന്ന് ടൗണിൽ നിന്നും ആ ട്രാഫിക് കുരുക്കില്ലാതെ കടന്നു പോകാൻ കഴിയും. അപ്പോൾ ടൗണിലേക്ക് ട്രാഫിക് ഒഴിവാകും. അതിന് പറ്റുന്ന ഒരു സജ്ജീകരണമാണ് ഇതിപ്പോൾ. അങ്ങനെ ബൈപ്പാസ് ഇവർ പറഞ്ഞ പദ്ധതി നടപ്പിലായാൽ പോലും അത് ബൈപ്പാസ് എന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല. ശബരിമല തീർത്ഥാടകർ, ചെങ്ങന്നൂർ എന്ന് പറയുന്ന ശബരിമലയുടെ ഗേറ്റ് വേ ആണ്. ആ ചെങ്ങന്നൂരിൽ ശബരിമല തീർത്ഥാടകർക്ക് ഒരു താവളം ഒരുക്കാൻ ഇവരുടെ നിലപാട് ശബരിമലയോട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഈ എപ്പോഴും ശബരിമലയെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് ഈ LDF UDF എന്ന് പറയുന്നത്. അവർക്ക് വേറെ കാഴ്ചപ്പാടുകളാണ്. ശബരിമലയെ തകർക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കുറച്ച് വോട്ടുകളുണ്ട്. അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ഈ പ്രവർത്തനം ചെയ്യുന്നത്. അപ്പോൾ ആ ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കാൻ, അവർക്ക് വിശ്രമ കേന്ദ്രം ഒരുക്കാൻ, ചെങ്ങന്നൂരിലാണ് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ചെങ്ങന്നൂർ വഴിയാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ പോകുന്ന ഒരു സ്ഥലമാണ്. ചെങ്ങന്നൂരിൽ വന്നിറങ്ങുന്നത് കൊണ്ട് ഗവൺമെൻറ് എത്രയോ കോടി രൂപയുടെ വരുമാനമുണ്ട്. നമ്മുടെ KSRTC ഉൾപ്പെടെ നിലനിന്ന് പോകുന്നത് അതുകൊണ്ട്. അപ്പോൾ അവിടെ ആ ഒരു വിശ്രമ കേന്ദ്രം പണി ആരംഭിച്ചിട്ട് 8 വർഷത്തോളമായി, ഒന്നും ആകുന്നില്ല. അങ്ങനെ ചെങ്ങന്നൂരിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ടൗണിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റോ
റെയിൽവേ സ്റ്റേഷൻ്റെ പുരോഗമനത്തിന് വേണ്ടി അതിൻ്റെ ആധുനിക സംവിധാനത്തിൽ നിർമ്മിക്കാൻ 400 കോടി രൂപയുടെ പ്രോജക്റ്റ് അംഗീകരിച്ചു. അതിൻ്റെ ആദ്യഘട്ടം പ്രവർത്തനം ആരംഭിക്കാൻ, ഉദ്ഘാടനവും കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങുകയാണ്. ചെങ്ങന്നൂരിൽ മറ്റ് ചില പദ്ധതികൾ വന്നുകൊണ്ടാണ് മറ്റ് റെയിൽവേ സ്റ്റേഷനോടൊപ്പം അത് നടക്കാതെ പോയത്, വൈകിയത്. കാരണം പുതിയ ചില പദ്ധതികൾ അംഗീകരിച്ചാൽ വീണ്ടും അതിൻ്റെ ക്രമീകരണങ്ങൾ മാറുമെന്നുള്ളതുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ടെൻഡറൊക്കെ ആയി അതിൻ്റെ നടപടി തുടങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന പോലെ ഒരു ആത്മാർത്ഥമായ സമീപനം പോലും കേരള സർക്കാർ എടുക്കുന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ റോഡ് നിർമ്മിക്കുമ്പോൾ സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നിരവധി റോഡുകൾ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റോഡ് ഫണ്ടിൽ നിന്നാണ് നിരവധി റോഡുകൾ, അതുപോലെ പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി പ്രകാരം നിരവധി റോഡുകൾ നിർമ്മിക്കുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP കേരളത്തിൽ അധികാരത്തിൽ വരികയും ചെങ്ങന്നൂരിനെ പ്രതിനിധീകരിക്കാൻ NDAക്ക് ഒരു അവസരവും കിട്ടിയാൽ തീർച്ചയായും ഒരു ഡബിൾ എൻജിൻ സർക്കാരിൻ്റെ പ്രയോജനം, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ, ഈ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് വയോവന്ദന പദ്ധതി പോലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഏത് ആശുപത്രിയിലും 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായ ചികിത്സ വരുമാനം നോക്കാതെ കൊടുക്കുന്ന വലിയൊരു പദ്ധതിയാണ്, ഒരു സ്വപ്ന പദ്ധതിയാണ്, എല്ലാവർക്കും ഗുണം കിട്ടുന്നതാണ്. അത് അട്ടിമറിക്കപ്പെടുകയാണ്. ഇതുപോലെയുള്ള പദ്ധതികൾ ഈ കേരളത്തിൽ നടപ്പിലാകണം. ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടണം. ഇപ്പോൾ റേഷൻ കടയിൽ ചെന്നാൽ സൗജന്യ അരി കൊടുക്കുന്നത് മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്, അതിൻ്റെ ബില്ല് പരിശോധിക്കുന്നവർക്കറിയാം. സൗജന്യമായിട്ട് കൊടുക്കുന്ന എല്ലാ അരിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്. കേരള സർക്കാരാണ് പണം മേടിച്ചുകൊണ്ട് വെള്ളക്കാർഡുള്ളവർക്കും നീലക്കാർഡും കുറച്ച് വിഹിതം കൊടുക്കുന്നത്. അതിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതമുണ്ട്. അപ്പോൾ മണ്ണെണ്ണ കൊടുക്കുന്നതിലും കേന്ദ്ര ഗവൺമെൻറ് വിഹിതം സബ്സിഡിയുണ്ട്. അപ്പോൾ ഏത് കാര്യവും ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഈ ആനുകൂല്യങ്ങളെ കുറച്ചുകൂടി ഗുണകരമാക്കി ഇപ്പോൾ അമൃത നഗരം പദ്ധതിയിൽ ചെങ്ങന്നൂരിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട തരത്തിലല്ല ഇവർ ചെയ്യുന്നത്. അപ്പോൾ ചെങ്ങന്നൂരിൻ്റെ സമഗ്രമായ വികസനം നടപ്പിലാക്കാൻ NDAക്ക് കഴിയും. അങ്ങനെ ജനങ്ങളൊരവസരം നൽകിയാൽ തീർച്ചയായിട്ടും ചെങ്ങന്നൂരിൻ്റെ ഒരു പുതിയ രൂപം നമുക്ക് കാണാൻ കഴിയും.